റിപ്പോർട്ടർ ബിഗിങ് ബാക്ക്. ഹൈക്കോടതിയിലെ ദേവസ്വം സ്പെഷ്യൽ പ്ലീഡർ നിയമനത്തിലും വി.ഡി. സതീശൻ സർക്കാർ യു ടേൺ അടിച്ചു. നിയമനം വിവാദമായതോടെ കെ.ബി. പ്രദീപിന്റെ രാജി മുഖ്യമന്ത്രി ചോദിച്ചു വാങ്ങി. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ പ്രധാന പ്രതിയുടെ അഭിഭാഷകനായിരുന്നു കെ.ബി. പ്രദീപ്. വിശ്വാസികളുടെ ആശങ്ക പരിഗണിച്ചാണ് ദേവസ്വം സ്പെഷ്യൽ പ്ലീഡർ സ്ഥാനത്ത് നിന്ന് കെ.ബി. പ്രദീപിനെ ഒഴിവാക്കിയതെന്നാണ് മന്ത്രി കെ. മുരളീധരന്റെ വിശദീകരണം. പാർട്ടിക്ക് അകത്തുനിന്നും പുറത്തുനിന്നും പ്രതിഷേധം കടുത്തതോടെയാണ് ദേവസ്വം സ്പെഷ്യൽ പ്ലീഡർ നിയമനത്തിൽ തിരുത്തിന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ തയ്യാറായത്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ പ്രതികളുടെ അഭിഭാഷകൻ ദേവസ്വം പ്ലീഡറായതിൽ SITയും ആശങ്ക പ്രകടിപ്പിച്ചതോടെ മുഖ്യമന്ത്രിക്ക് മറ്റൊരു വഴിയില്ലാതായി. പ്ലീഡർ നിയമനം തന്റെ അറിവോടെയല്ലെന്ന് ദേവസ്വം മന്ത്രിയും കൈമലർത്തിയ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി കെ.ബി. പ്രദീപിന്റെ രാജി ചോദിച്ചു വാങ്ങുകയായിരുന്നു. പകരം പ്ലീഡറെ വൈകാതെ നിയമിക്കും. വിശ്വാസികളുടെ വികാരം മാനിച്ചാണ് തീരുമാനം തിരുത്തിയതെന്ന് ദേവസ്വം മന്ത്രി കെ. മുരളീധരൻ പ്രതികരിച്ചു. നിയമനത്തിൽ സതുദ്ദേശത്തോടെ ചെയ്തതാണെങ്കിലും അത് ഭക്തജനങ്ങൾക്ക് സംശയമുണ്ടായ സാഹചര്യത്തിൽ അദ്ദേഹത്തിനോട് രാജിവെക്കാൻ പറഞ്ഞ് അദ്ദേഹം രാജിവെച്ചു. സ്മാർട്ട് ക്രിയേഷൻസ് അഭിഭാഷകൻ കെ.ബി. പ്രദീപിനെ ദേവസ്വം ലീഡറായി നിയമിച്ച വാർത്ത റിപ്പോർട്ടറാണ് ആദ്യം പുറത്തെത്തിച്ചത്. പ്രധാന പ്രതികൾക്ക് വേണ്ടി ഹൈക്കോടതിയിൽ വാദിച്ച അഭിഭാഷകൻ ദേവസ്വത്തിന്റെ പ്രതിനിധിയായി വരുന്നതിലെ ധാർമ്മികതയാണ് വാർത്തയ്ക്ക് പിന്നാലെ ചർച്ച ചെയ്യപ്പെട്ടത്. സുപ്രധാന രേഖകൾ പ്രതിഭാഗത്തിന് കൈമാറാൻ സാധ്യതയുണ്ടെന്ന ആശങ്കയും പല കോണുകളിൽ നിന്നും ഉയർന്നു. ഇതോടെ UDF നേതൃത്വവും തിരുത്തലിന് മുഖ്യമന്ത്രിയിൽ സമ്മർദ്ദം ചെലുത്തി. ഒരു മാസത്തിനിടയിൽ രണ്ടാം തവണയാണ് വി.ഡി. സർക്കാർ തീരുമാനം തിരുത്തുന്നത്. ആദ്യം സണ്ണി ജോസഫിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ ബന്ധു ബെന്നി തോമസിനെ നിയമിച്ച തീരുമാനം തിരുത്തിയിരുന്നു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.